ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിന്റെ പേരിൽ വീണ എന്ന പാവം പെൺകുട്ടിയെ ആക്രമിക്കുകയാണെന്ന് LDF കൺവീനർ ഇ പി ജയരാജൻ. ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഇത് മഹാപാപമാണ്. വീണ വാങ്ങിയത് കൺസൾട്ടൻസി ഫീസ് തന്നെയാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എന്തിനാ ഇത് മുഖ്യമന്ത്രി ആക്രമിക്കണം? ഞാൻ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് ആക്രമിക്കാൻ എന്തിനാ പാവ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ആക്രമിക്കുന്നത്? പാവ എന്റെ വീണ എന്തോ ഇത് അവളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നും മോനെ പോലെ ഞാൻ കണ്ടിരിക്കുന്നത്. മോനെ കൺസൾട്ടൻസി ഫീസ് കൊടുക്കും. അവര് TDS ഗവൺമെന്റിലേക്ക് അടച്ചിട്ടുണ്ട്. പൈസ വാങ്ങിയാൽ വാങ്ങിയ പണത്തിന്റെ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എല്ലാം ത്രൂ ബാങ്കാണ്. എന്താ ഇതിൽ തെറ്റ്? കൺസൾട്ടൻസി പാടില്ലേ? ഇങ്ങനെ ഫീസ് വാങ്ങി എല്ലാം വളരെ കൃത്യം. എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. CMRL നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ല. അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. എന്താ ഇതിൽ തെറ്റ്? ഇങ്ങനെ ഫീസ് വാങ്ങി എല്ലാം വളരെ കൃത്യം. കുറച്ചുപേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല.